നമ്മുടെ പ്രിയപ്പെട്ട മാഡം എനിക്ക് തന്നിരിക്കുന്ന വിഷയം വിദ്യാഭ്യാസം എന്നതാണ്. എന്താണ് വിദ്യാഭ്യാസം, അല്ലെങ്കിൽ എന്താണ് വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത്? വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം വിദ്യാർത്ഥി എന്നതാണ്. വിദ്യാർത്ഥിനികൾ എന്നതാണ്. വിദ്യ അർത്ഥിക്കുന്നവൻ ആരോ അതാണ് വിദ്യാർത്ഥി. വായിച്ചും കണ്ടും കൊണ്ടും നേടുന്ന അറിവ്. പുസ്തകത്തിൽ മാത്രം വായിച്ചാൽ നമ്മൾ അത് പഠനം എല്ലാം വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് വരുന്നു. അത് പല രീതിയിൽ നമുക്ക് നേടാം, വായിച്ചും കണ്ടും കൊണ്ടും. പക്ഷെ നമ്മൾ പഠിക്കാൻ തിരഞ്ഞെടുക്കുന്ന വിഷയം നല്ല പുസ്തകങ്ങൾ വായിച്ചാൽ, പണ്ട് നമ്മുടെ കുഞ്ഞുണ്ണി മാസ്റ്ററുടെ കാര്യം പറയുന്നുണ്ട്. എന്താന്ന് പറഞ്ഞാല് വായിച്ചും വളരാം, വായിക്കാതെയും വളരാം. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്ന്. അതായത് നല്ല പുസ്തകങ്ങൾ, വിദ്യാഭ്യാസത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ സംസ്കാരത്തെ ഉയർത്തുക എന്നതാണ് മെയിനായിട്ട്. അങ്ങനെ സംസ്കാരം നല്ല രീതിയിൽ സംസ്കാരപരമായ ഉന്നമനം ആവശ്യമാണെങ്കിൽ നാം നല്ല പുസ്തകങ്ങൾ വായിക്കണം, നല്ല ആളുകളുമായി ഇടപഴകണം, നല്ലത് മാത്രം തെരഞ്ഞെടുക്കാനുള്ള മനസ്ഥിതി നമുക്കുണ്ടാവണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് വിദ്യാഭ്യാസം ശരിക്കും പറയുന്നത്. ഞാനിപ്പോ ഒരു കാര്യം ഓർക്കുകയാണ്. ഒത്തിരി പണം നേടിയിട്ടുള്ള ഒരാള് അവന്റെ വീട്ടിലെ അച്ഛനമ്മമാരായിട്ട് കൃഷിപ്പണി ചെയ്ത് മണ്ണിനോട് മല്ലടിച്ച പണം ഒത്തിരി നേടിവെച്ചിട്ടുണ്ട്. പക്ഷേ അവർക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് പണം ഒത്തിരി ഉണ്ട്. സ്വാഭാവികമായിട്ട് അച്ഛനമ്മയ്ക്ക് വിദ്യാഭ്യാസമില്ല. അവര് മലമുട്ടിക്കിടന്ന് മണ്ണിനോട് മല്ലടിച്ചാണ് നേടിയത്. മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള മനസ്ഥിതിയും അവർ കാണിച്ചില്ല. അവർക്ക് എന്താ സംഭവിക്കുന്നേ? മറ്റുള്ളവരോട് എങ്ങനെ സംസ്കാരപൂർണമായിട്ട് പെരുമാറണം എന്ന് അറിയാൻ പാടില്ലാത്ത ഒരവസ്ഥ വരുന്നു. അതേസമയം വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിക്ക് സംസ്കാരം എന്താണെന്ന് അറിഞ്ഞില്ല എങ്കിൽ അവൻ വിദ്യാഭ്യാസത്തെ ചുമക്കുന്ന ഒരു കഴുത മാത്രമായിട്ട് മാറുന്നു. അപ്പോൾ നമുക്കിത് രണ്ടും ആവശ്യമാണ്. വിദ്യാഭ്യാസവും വേണം, വിദ്യയെ അഭ്യസിക്കണം, അതോടൊപ്പം തന്നെ സംസ്കാരപൂർവം സമൂഹത്തിൽ പെരുമാറാനുള്ള കഴിവും നമ്മൾ നേടിയിരിക്കണം. ഇതാണ് ശരിക്കുമുള്ള വിദ്യാഭ്യാസം. അല്ലാതെ കുറെ വേദങ്ങളോ ഉപനിഷത്തുകളോ അല്ലെങ്കിൽ മറ്റുള്ളതെല്ലാം എല്ലാം മാത്രം പഠിച്ചു വെച്ചാൽ അത് വിദ്യാഭ്യാസമാവില്ല. വിദ്യയെ അഭ്യസിക്കണം, വിദ്യയെ അറിയണം. വിദ്യ ഏതുമാവാം. പഠിക്കാൻ കഴിവില്ലാത്ത ഒരു കുട്ടിക്ക് ചിലപ്പോൾ കലാപരമായി കായികപരമായിട്ടും കഴിവുണ്ടാവാം. അവൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആ വിദ്യയിൽ അവൻ നിപുണനാകാൻ ശ്രമിക്കുക. അതാണ് അഭ്യസിക്കുക എന്ന് ഞാൻ എടുത്തു പറഞ്ഞത്. അങ്ങനെ വിദ്യാഭ്യാസപരമായിട്ട്, അതായത് പഠനത്തിൽ മികവ് കാട്ടുന്ന പലർക്കും പഠിക്കാനുള്ള സാഹചര്യം ഇല്ലാഞ്ഞിട്ട് പോലും പഠനത്തിൽ മികവ് കാട്ടുന്ന ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് ഈ ലോകത്തിൽ, ഒത്തിരി ആളുകളുണ്ട്. അവർക്ക് ഒരു കൈത്താങ്ങാവാനായിട്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഈശ്വരൻ ഒരു അവസരം തരട്ടെ. ആ അവസരം യഥായോഗം വിനിയോഗിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മനസ്സുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ